വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് വിഷു ആണ്. ആദ്യം ആരും വീഡിയോസ് ഒന്നും കാണാൻ ഇടയില്ലെന്ന് എനിക്ക് അറിയാം. എന്നാലും ഞാൻ വിഷുവിനും സദ്യക്കും ഒക്കെ വേണ്ടിയിട്ട് മിക്ക റെസിപ്പീസും ഇട്ടിട്ടുണ്ട്. അവിയൽ മാത്രമാണ് ഞാൻ ഇതുവരെ സദ്യ റെസിപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പം എല്ലാ ബേസിക് റെസിപ്പീസും ബാക്കി ഇട്ടിട്ടുണ്ട്. സദ്യയുടെ പ്ലേലിസ്റ്റ് ഞാൻ ഇതിന്റെ എൻഡിൽ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അവിയൽ, അതും സദ്യ സ്റ്റൈൽ അവിയൽ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്റെ സ്റ്റൈലിലെ അവിയലാണ് കേട്ടോ. സദ്യ സ്റ്റൈൽ അവിയൽ പോലെ തന്നെയാണ് കാണാനിരിക്കുന്നത്, പക്ഷെ ടേസ്റ്റ് അതിലും നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. അവിയൽ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് റെസിപ്പിയാണ്. ഞാൻ വീണ്ടും പറയുകയാണെന്ന് വെച്ചാൽ ചില റെസിപ്പിയിലൊക്കെ ആരോ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, ഇത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന റെസിപ്പിയാണല്ലോ, പിന്നെ എന്തിനാ ഇടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ബേസിക് റെസിപ്പീസും ഇടുന്നുണ്ട്. അപ്പൊ അവിയൽ അതിന്റെ കൂട്ടത്തിലില്ല, അതുകൊണ്ടാണ് അതും കൂടെ ഇട്ടേക്കാം എന്ന് വിചാരിച്ചത്. എന്റെ രീതിയിലുള്ള അവിയൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയാന്ന് തന്നെ അറിയിക്കുക. നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിലോട്ട് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിപ്പം ഞാൻ എടുത്തേക്കുന്ന കഷ്ണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അച്ചിങ്ങ പയറ്, നീളത്തിലുള്ള പയറ് എല്ലാം ഇതേപോലത്തെ നീളത്തിലെ പീസസ് ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. പയറ് കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ പടവലങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഏത്തക്കയും ഒരെണ്ണം എടുത്തേക്കുന്നത്. ഏത്തക്ക അരിയുമ്പോഴത്തേക്ക് ഞാൻ തൊലി കളയാറില്ല കേട്ടോ. അതിന്റെ ആ ഒരു അറ്റത്തെ മാത്രം ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് നല്ലപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ വെള്ളത്തിൽ കുറച്ച് അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തൊലി ഫുള്ളായിട്ട് കളയാറില്ല. പിന്നെ ഞാൻ എടുത്തേക്കുന്ന മുരിങ്ങയ്ക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നടുക്കൂടി ഇങ്ങനെ കീറി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വേഗത്തിൽ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തേക്കുന്നത് കുമ്പളങ്ങ ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കഷ്ണങ്ങളാണ്: പടവലങ്ങ, ക്യാരറ്റ്, പയറ്, മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ, ഏത്തക്ക. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. എല്ലാം നമ്മൾ അവിയലിന് അരിയുമ്പോഴും നല്ലപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒരുപോലെ നീളത്തിൽ നല്ല കനം കുറച്ച് അരിഞ്ഞാലേ നമ്മുടെ അവിയലിന് നല്ലൊരു ടേസ്റ്റും കാണാനും ഒക്കെ നല്ലൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ കഷ്ണങ്ങൾ അരിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിയലിന് കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാവർക്കും ഒക്കെ അറിയാമെന്ന് എനിക്ക് അറിയാം. എന്നാലും ഞാൻ അവിയലൊക്കെ ഇടുന്നത് ഞാൻ ബാക്കി സദ്യ റെസിപ്പീസിൽ അവിയൽ മാത്രം ഇടാത്തതുകൊണ്ട് ജസ്റ്റ് കുക്കിംഗ് പുതിയതായിട്ട് പഠിക്കുന്ന ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയുന്നത്. അപ്പൊ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം, ജസ്റ്റ് ഈ പച്ചക്കറിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. പിന്നെ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. പിന്നെ മുളക് പൊടി ഇടുന്നു. മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഇനി നമുക്ക് ഹൈയിൽ വെക്കാം. ഉപ്പ് ഞാൻ കഷ്ണങ്ങൾ പകുതി വെന്തിട്ടാണ് ചേർക്കുന്നത്. കഷ്ണങ്ങൾ പകുതി വെന്തിട്ട് ഉപ്പും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കും. വെള്ളവും 1/4 ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവത്തില്ല. ഇതിപ്പോ ഞാൻ സ്റ്റീൽ പാത്രം എടുത്തേക്കുന്നത്. അപ്പൊ സ്റ്റീലൊക്കെ ആണെങ്കിൽ അടി കട്ടിയുള്ള പാത്രം എടുത്താൽ നമുക്ക് അടിക്ക് പിടിക്കാതെ നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ചാലല്ലോ അവിയൽ വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാ കഷ്ണങ്ങളെല്ലാം പൊടികളിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ച് ഇത് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചാൽ മതി. ഇതിപ്പോ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്തേ ഉള്ളൂ. ഇനി ഞാൻ ഫ്ലെയിം ലോയിന്റെ മീഡിയത്തിന്റെ ഇടയ്ക്കോട്ടാക്കുകയാണ്. തീരെ ലോയിൽ വെക്കുന്നില്ല. ലോയിന്റെ മീഡിയത്തിൽ ഇടയ്ക്കാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പകുതി വേവാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അവിയലിന്റെ കഷ്ണങ്ങൾ വേവാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പകുതി വേവായിട്ടുണ്ടാവും. ഞാനിപ്പം ഒരു തണ്ട് കറിവേപ്പില ചേർത്തു. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുവാണ്. ഉപ്പൊക്കെ അവരവരുടെ പാകത്തിന് അങ്ങ് ചേർത്താൽ മതി. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പൊ തന്നെ കണ്ടില്ല, അധികം ഒട്ടും വെള്ളമില്ലതേ. ലോവിന്റെ മീഡിയത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഫ്ലെയിം വെച്ചിരുന്നത്. അധികം വെള്ളമൊന്നുമില്ല. ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്തില്ലെങ്കിൽ പിന്നെ ഉപ്പ് പിടിക്കത്തില്ല. പിന്നെ നമുക്ക് പുളി ചേർക്കണ്ടേ. അപ്പൊ ആദ്യം ഉപ്പ് ചേർത്താലേ ഉപ്പൊക്കെ കഷ്ണങ്ങളിലോട്ട് പിടിക്കത്തുള്ളൂ. വീണ്ടും ആ മീഡിയത്തിൽ നിന്ന് വളരെ ലോ ആക്കിയിട്ട് വെക്കാം. വെച്ചാൽ ഒട്ടും വെള്ളമില്ല. നമ്മൾ ഇനിയും വെള്ളം ഒരുപാട് ഒഴിക്കുകയാണെങ്കിൽ അവിയൽ അങ്ങ് ഒത്തിരി വെള്ളമായിട്ട് കിടക്കും. നമ്മൾ കഷ്ണങ്ങളായിട്ട് തന്നെ ഇങ്ങനെ തന്നെ കുഴഞ്ഞൊരു പരുവത്തിൽ കിട്ടണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഈ സമയത്തിന്
ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 10 ചെറിയ ഉള്ളി, 8 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് തേങ്ങ തിരുമിയത്. ഞാൻ കുറച്ച് നല്ലപോലെ തേങ്ങ തിരുമിയത് എടുത്തിട്ടാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുന്നത്. ഒരുപാടൊന്നും കൂടുതലില്ല. നമ്മളിപ്പോൾ ഒരുവിധം നല്ലപോലെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം അതിനനുസരിച്ചാണ് എടുത്തേക്കുന്നത് കഷ്ണങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ എല്ലാ അവിയലിന് മാത്രമല്ല എന്തിനും നമ്മൾ ആ പച്ചക്കറി അരിയുന്നതിന് മുമ്പേ കഴുകാവും കേട്ടോ. അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ കഴുകാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോവും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിയലിനും ഒക്കെ നമ്മൾ കഴുകുന്നത് എല്ലാം അരിയുന്നതിന് മുമ്പ് കുറേ നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വിനിഗറും ഒക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ട് വേണം നമ്മൾ അത് അരിഞ്ഞെടുക്കാനായിട്ട്. അരിഞ്ഞിട്ട് പിന്നെ കഴുകരുത്. കഴുകി അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് അരപ്പെന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കരുത് കേട്ടോ അരയ്ക്കാനായിട്ട്. ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാവും. തോരനേക്കാളും ഇച്ചിരി കൂടെ ഒന്ന് അരയണം. തോരന് നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്പീഡിൽ ഒന്നിട്ട് അടിക്കുകയല്ലേ ചെയ്ത്, അതിനേക്കാളും കുറച്ചുകൂടെ അരയണം. അങ്ങനെ ആയിരിക്കണം അരപ്പിന്റെ പരുവം. ഞാൻ അരപ്പെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം, ഞാൻ അരപ്പിന്റെ കൂട്ടത്തിൽ ഞാൻ കറിവേപ്പിലയും കൂടെ ഒരു 3-4 എതള് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് കേട്ടോ. ആ അരപ്പിന്റെ കൂട്ടത്തില് കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദം ഉണ്ടാവും നമ്മുടെ അവിയലിന്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഞാൻ കുറച്ച് പുളി ഒഴിക്കാൻ പോവാണ്. പുളി വെള്ളം ഒഴിക്കാൻ പോകണം. ഇത്രയും വലിപ്പമുള്ള ഒരു ചെറിയ കഷ്ണം, ഒരു നെല്ലിക്ക വലിപ്പമേ ഉള്ളൂ കേട്ടോ. കുറച്ച് പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വാളം പുളി. ഇത് നന്നായിട്ട് ആ പുളി വെള്ളം മാത്രമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴും അവിയല്ല ആ വെള്ളം നല്ലപോലെ കഷ്ണങ്ങളിൽ ഒട്ടും വെള്ളമില്ല. ആ ലോ ഫ്ലെയിമിൽ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ നിന്നാണ് അത് വെന്തുകൊണ്ടിരിക്കുന്നത്. ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഇനിയും നമുക്ക് മീഡിയത്തിലോട്ടാക്കാം കേട്ടോ. നമ്മൾ ഇത്ര നേരം ലോ ഫ്ലെയിമിൽ ഇട്ടല്ലേ വേവിച്ചത്. ലോയിന്റെ മീഡിയത്തിന് ഇടയ്ക്കായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ലോയിലോട്ടാക്കി, നല്ല ലോയിലോട്ടാക്കി അടിച്ചു പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമ്മൾ പുളിവെള്ളം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഈ പുളിവെള്ളത്തിൽ ഈ കഷ്ണങ്ങൾ ഒന്ന് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും അടച്ചു വെക്കണമെന്നില്ല, ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി, തുറന്നു വെച്ചിരുന്നാൽ മതി. പുളിവെള്ളം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പെന്ന് പറയുന്നത് കണ്ടില്ല, ഇതാണ് പരുവം. ആ തോരനേക്കാളും കുറച്ചുകൂടെ ഇങ്ങനെ ഉരുട്ടിയാൽ ഒരു നല്ലതായിട്ട് ഉരുണ്ട് കുഴഞ്ഞിരിക്കുന്ന പരുവം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ അവിയലിൽ ഒട്ടും എക്സസ് ആയിട്ട് വെള്ളമില്ല. പുളിവെള്ളവും ചേർത്തിട്ട് അതും കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിച്ചല്ലോ പുളിവെള്ളം. ഇനിയും ഇതൊരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കിടക്കട്ടെ. ഈ തേങ്ങ അരപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് കിടന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അരപ്പിന്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു വെച്ചാൽ തീരെ വെള്ളമില്ലല്ലോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ്. 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് നമ്മൾ കട്ടയ്ക്ക് ചേർക്കരുത്. ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ട് ചേർക്കുക. പക്ഷെ വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ. വെള്ളം ഒഴിക്കാതെ നല്ല കട്ട തൈര് സ്പൂൺ വെച്ച് തന്നെ ഉടച്ചിട്ട് ചേർക്കുക. തൈരും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് അങ്ങനെ എല്ലാവരും അവിയലിന് ചേർക്കുന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് ആ തൈര് ചേർക്കുമ്പോൾ അവിയലിലെ ആ ടെക്സ്ചർ നന്നായിട്ട് വരുന്നതായിട്ട് തോന്നുന്നത്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ലൊരു കുഴഞ്ഞ പരുവത്തില് നമ്മുടെ അവിയല് കിട്ടുന്ന തൈരും കൂടെ ചേർക്കുമ്പോഴാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരിക്കും. ഒത്തിരി ഭയങ്കര പുളി വേണ്ട. ഇതിപ്പോ ഞാൻ ഒരു രാവിലെ എഴുന്നേറ്റുടനെ തന്നെ തൈരെടുത്ത് വെളിയിൽ വെച്ചു, കുറച്ച് പുളിക്കാൻ. പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തൈര് ഒട്ടും പുളിക്കാതെ യോഗേട്ടെന്ന് പറഞ്ഞല്ലേ കിട്ടുന്നത്. അപ്പം ഒട്ടും പുളിയുള്ള തൈരല്ല. അപ്പൊ ഞാൻ കുറച്ച് നേരം മുമ്പേ എടുത്ത് ഒരു 5-6 മണിക്കൂർ മുമ്പ് തന്നെ എടുത്ത് വെളിയിൽ വെച്ചേക്കുമായിരുന്നു തൈര്. ഒരു ഇച്ചിരിയെങ്കിലും ഒന്ന് പുളിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാ. നല്ലൊരു പരുവായിട്ടുണ്ട്. ഒട്ടും വേണ്ട എക്സസ് വെള്ളമേ ഇല്ല. നല്ല കുഴഞ്ഞ പരുവത്തിലാണ് നമ്മുടെ അവിയല്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചായിട്ട് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർക്കാം. നമ്മൾ കറിവേപ്പില ആദ്യം കഷ്ണങ്ങൾ ഉപ്പ് ചേർത്തപ്പോൾ ചേർത്തു, പിന്നെ അരപ്പിന്റെ കൂട്ടത്തിൽ ചേർത്തു. ഇനി ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും
ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അവിയലിന് നല്ല ഒരു മണം കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. ശരിക്കും സദ്യക്കുന്നല്ല, ഇച്ചിരി ചോറും തൈരും അവിയലും കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ചോറിനാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് ആ വെളിച്ചെണ്ണയുടെ മണമൊക്കെ അതിനകത്ത് നന്നായിട്ട് ഇറങ്ങും. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലോട്ടാക്കാം. നമ്മുടെ അവിയലുണ്ടാക്കിയ പാത്രമാണ് ഇത് കേട്ടോ. ഞാൻ നല്ലൊരു സംഭവം കാണിച്ചു തരാം. ഇച്ചിരി ചോറ്, ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചോറ്, നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒരു ഇച്ചിരി തൈര് ഇട്ട് ഇതെല്ലാം കൂടെ അരപ്പ് അടി പിടിച്ചേക്കുന്ന അരപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ച് ഒന്ന് കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റാണെന്നോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെയ്യുന്ന പോലെ ഈ അവിയലും ചോറും തൈരും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് ചോറെടുത്താൽ എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് അധികം ചോറിനാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറ് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തൊരു ടേസ്റ്റാണെന്നോ. നമുക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കൊതി വരുന്നൊരു ടേസ്റ്റാണ് നിങ്ങൾക്കായിട്ട് ഉരുള തന്നിട്ട് അത് ഞാനങ്ങ് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ അവിയലിനും. ഞാൻ അവിയൽ ടേസ്റ്റ് ചെയ്തില്ല, ഞാൻ ഉണ്ടാക്കുമ്പം ഒന്നും അങ്ങനെ ടേസ്റ്റ് ചെയ്യാറില്ല. ഒരു പുളിയും ഉപ്പും എരിവും, നമ്മൾ 8 പച്ചമുളക് ഇട്ടെങ്കിലും എരിവ് ഒന്നും കൂടിയിട്ടില്ല, എല്ലാം പാകത്തിനാണ്. ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കിയാൽ ഇങ്ങനെ തന്നെ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവിയലിൻ്റെ പാത്രം വടിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയും കഴുകേണ്ട ആവശ്യമില്ലെന്ന് പറയാം, ചുമ്മാ കഴുകിയെടുത്താൽ മതി, അത്രയ്ക്ക് വേറെ ഒന്നുമില്ല ഈ പാത്രത്തിൽ. അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിയലൊക്കെ ഞാൻ പറഞ്ഞൊരു ബേസിക് റെസിപ്പിയാണെന്ന് എനിക്കറിയാം, എന്നാലും എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് വ്യത്യാസം ഓരോ സ്ഥലങ്ങളിലുള്ളവർ തന്നെ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ചിലർ വെളുത്തുള്ളി ചേർക്കും, ചിലർ ചുവന്നുള്ളി ചേർക്കത്തേ ഇല്ല, ചിലർ ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി വെളുത്തുള്ളി ചേർക്കും. അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട് അവിയൽ. ഇത് എൻ്റെ സ്റ്റൈലിലെ അവിയലാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിഷുവിന് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.